Hi all, welcome to our new session. Electrician level കുറച്ച് previous year questions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, which application requires a high starting torque? Options, lathe machine, locomotive, reciprocating pump, all of the above. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് ആണ് അല്ലെ, റൊട്ടേറ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയാം. അപ്പോൾ അത് തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ സ്പീഡ് നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക, സീറോ ആണ്. അപ്പം സ്പീഡ് സീറോ ആയിരിക്കുന്ന ഒരു കേസിൽ ഒരു റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട ഫോഴ്സിന് നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയാം. അപ്പോൾ അത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഈ റൊട്ടേറ്റ് ചെയ്യേണ്ട പോർഷനിൽ വരുന്ന ലോഡ് അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് കണ്ടീഷൻ, അവിടെ ലോഡ് പ്രസന്റ് ആണ്. ലോഡ് പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ അതിന്റെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഫോഴ്സ് ആവശ്യമുണ്ട്. അതാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ട്രെയിൻ ഒക്കെ കൺസിഡർ ചെയ്യണം, അതായത് ലോക്കോമോട്ടീവിന് എക്സാമ്പിൾ ആണ്. അവിടെ അതുപോലെ ക്രെയിൻസ് ഒക്കെയാണ് അതിനകത്ത് ഓപ്ഷനിൽ നമുക്ക് വരിക. സോ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഓപ്ഷൻ ബി, ലോക്കോമോട്ടീവ്. സംടൈംസ് നമുക്ക് ക്രെയിൻസും ഓപ്ഷനിൽ തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ്. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് വരിക. സ്റ്റെപ്പ് അപ്പും വരും, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണും വരും. ഇത് രണ്ടും ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണ് പറയാം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണ് അതിനെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാ. ഒരു ട്രാൻസ്ഫോമറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എടുത്താലും പവർ എടുത്താലും ഒക്കെ എന്തായിരിക്കും, അതുപോലെ പവർ ഫാക്ടർ എടുത്താലൊക്കെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, പവർ കോൺസ്റ്റന്റ് ആയിരിക്കും, പവർ ഫാക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് നമ്മൾ അതിനെ എന്തെന്ന് പറയും, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക, സെക്കൻഡറി സൈഡിൽ കിട്ടുക. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും എന്ത്, ഗ്രേറ്റർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഒന്ന് നോക്കി, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും, അവിടുത്തെ വോൾട്ടേജിനെ ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഇതൊരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മളിപ്പോ പവർ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ KVAയിൽ ഞാൻ ട്രാൻസ്ഫോമറിനെ റേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ വോൾട്ടേജും കറണ്ടും ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് പവർ ആവണമെങ്കിൽ, പവറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ ആ ഒരു ടെർമിനലിലെ കറണ്ട് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻ എടുത്തുനിന്ന് രണ്ടു മൂന്ന് വട്ടം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, ഇൻക്രീസസ്, എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ്. അത് ഇൻക്രീസ് ചെയ്യുന്നത് ആരെയായിരിക്കും, വോൾട്ടേജിനെ ആയിരിക്കും. പക്ഷെ അതിന്റെ പവർ കോൺസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് അതിന്റെ കറണ്ട് എന്തായിരിക്കും, ഇൻ ടേംസ് ഓഫ് കറണ്ട് അത് കുറയുമായിരിക്കും. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈമറിയും സെക്കൻഡറി എടുക്കുമ്പോൾ സെക്കൻഡറി സൈഡിൽ എന്തായിരിക്കും, കുറച്ച് വോൾട്ടേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോ ഇവിടെയും നമുക്കൊരു കോൺസ്റ്റന്റ് പവർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സെക്കൻഡറി സൈഡിന്റെ ടേം എടുത്താൽ വോൾട്ടേജ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് എന്തിനു വേണ്ടിയാണ്, അതൊരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ഓയിൽ ഇൻ ദ ട്രാൻസ്ഫോമർ ഈസ്. നമുക്കറിയാം അല്ലെ, ട്രാൻസ്ഫോമറിന്റെ കോറ്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ കോർ, ഇതിപ്പോ ട്രാൻസ്ഫോമർ ടാങ്ക് ആണെങ്കിൽ ഇതിൽ ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ ആയിരിക്കും ഈ കോറ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ വൈൻഡിങ്ങിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് എന്താവും, ചൂടാവും അല്ലെ. അപ്പോൾ ഇതിനെ കൂളാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഈ ഓയിൽ സഹായിക്കും. അത് മാത്രമല്ല, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പോർഷനിലോട്ടൊന്നും ഈ കറണ്ട് പോകാൻ പാടില്ല അല്ലെ. ഇതൊരു കണ്ടക്ടിങ് മീഡിയ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് അതിനകത്തേക്കും ട്രാൻസ്ഫർ ആവും. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ഇൻസുലേറ്ററും കൂടി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ ഈ രണ്ട് ഓപ്ഷനിൽ ഏതായിരിക്കും, ഓപ്ഷൻ ബി, ഇൻസുലേറ്റ് ആൻഡ് കൂൾ പർപ്പസിന് വേണ്ടിയായിരിക്കും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക. ലൂബ്രിക്കേറ്റിന്റെ ആവശ്യമില്ല, കാരണം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് അല്ലെ, ഒരു മൂവിങ് പാർട്സ് ഒന്നുമില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ലൂബ്രിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, ഇൻസുലേറ്റ് ആൻഡ് കൂൾ പർപ്പസിനായിരിക്കും യൂസ് ചെയ്യുക. അടുത്തത്, ദ ഫ്രീക്വൻസി യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫ്രീക്വൻസി നമുക്കറിയാം അല്ലെ, 50 ഹെർട്സ് ഫ്രീക്വൻസി ആണ് നമ്മൾ ഇന്ത്യയിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്രീക്വൻസി എന്ന് പറയാം കേട്ടോ. അപ്പം
നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, അത് എന്ത് തന്നെയാണ്, ഹെഡ്സിനെ തന്നെയാണ് പറയുന്നത്. അതെന്താണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. ഹെഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്. ഈ 50 ഹെഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സെക്കൻഡില് 50 സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലത്തെ എത്ര സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ട്, 50 സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് 50 ഹെഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ഈസ് റേറ്റഡ്. യൂഷ്വലി നമ്മൾ ഈ മെഷീൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് അതിന്റെ റേറ്റിംഗ് പറയുന്നത് എന്തിലായിരിക്കും, KVA റേറ്റിംഗ്. നമ്മളിപ്പോ ട്രാൻസ്ഫോമർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പൊ റേറ്റിംഗ് ഇപ്പൊ ഓൾട്ടർനേറ്ററിന്റെ ആണെങ്കിലും ട്രാൻസ്ഫോമറിന്റെ ഒക്കെ ആണെങ്കിലും റേറ്റിംഗ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും, KVA റേറ്റിംഗ് ആയിരിക്കും അല്ലെ. അതായത് അതിന്റെ അപ്പാരന്റ് പവറിന്റെ ടേമിലായിരിക്കും നമ്മൾ റേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, നമ്മൾ ലോസസ് കൺസിഡർ ചെയ്യാണ്ടാണ് പറയുന്നത്. സോ KVA റേറ്റിംഗിലായിരിക്കും നമ്മൾ അത് റേറ്റിംഗ് പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ റോട്ടർ. റോട്ടറിന്റെ ഭാഗമല്ലാണ്ട് വരുന്ന പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോറ്, ഷാഫ്റ്റ്, എൻഡ് പ്ലേറ്റ്, വൈൻഡിങ്. മെഷീൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്തു. ഈ ഷാഫ്റ്റിന്റെ പുറത്തായിരിക്കും നമ്മൾ ആർമേച്ചർ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു DC മെഷീൻ അല്ലെങ്കിൽ AC മെഷീൻ ആയിക്കോട്ടെ. ഇപ്പം DC മെഷീൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഇത് നമ്മുടെ ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ പുറത്താണ് നമ്മുടെ കോർ അല്ലെ. ഈ കോറിനകത്ത് കോർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കിയാൽ ഇതുപോലെയായിരിക്കും കോർ നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. എന്നിട്ട് ഇതിന്റെ മിഡിൽ പോർഷനിൽ ഒരു ഹോള്, അവിടെയാണ് നമ്മൾ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കോറ്. കോറിൽ സ്ലോട്ട്സ് ഉണ്ട്. സ്ലോട്ട്സിൽ കൂടിയായിരിക്കും നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ്സ്. അപ്പോ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പുറത്തിരിക്കുന്ന കോറ് കറങ്ങും. ഓട്ടോമാറ്റിക്കലി ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോ ഇതൊക്കെ എന്താണ്, റോട്ടറിന്റെ ഭാഗമാണ്. ഒരു മെഷീനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനെ എല്ലാം നമുക്ക് റോട്ടറിൽ പെടുത്താം. അപ്പൊ കോറും ഷാഫ്റ്റും വൈൻഡിങ്ങും ഒക്കെ എന്താണ്, റോട്ടറിൽ വരും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് എ പാർട്ട് എന്നാണ്. അതായത് കറങ്ങില്ലാത്ത പാർട്ട് ഏതാണ്, റോട്ടറിന്റെ ഭാഗം അല്ലാണ്ട് വരുന്ന പാർട്ട് ഏതാണ്, അതേതാണ്, എൻഡ് പ്ലേറ്റ്. നമ്മളിപ്പോ ഒരു മോട്ടർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ കോറ്, അതുപോലെ ഇത് നമ്മുടെ ഷാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ കവറിംഗ് പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്ലേറ്റ്സ് ആണ് എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് റോട്ടറിന്റെ ഭാഗമല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് എ ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഈസ്. നമുക്കറിയാം സോൾഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പൊ നമുക്ക് 2 മെറ്റൽ പോർഷൻസിനെ നമുക്ക് ജോയിൻ ചെയ്യിക്കണം. ആ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനോ അഫക്ട് ചെയ്യരുത്. അല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു സോൾഡർ മെറ്റീരിയൽ ഉപയോഗിച്ച്, യൂഷ്വലി നമ്മൾ കോപ്പറാണ് നമ്മുടെ ഈ 2 മെറ്റീരിയൽ എങ്കിൽ അവരെ നമ്മൾ കണക്ട് ചെയ്യാൻ, സോൾഡർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ടിൻ ആൻഡ് ലെഡ് ആയിരിക്കും അല്ലെ യൂസ് ചെയ്യുക. അപ്പോൾ ഇവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഈ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് പുറത്തു കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്ലക്സ്. ഈ ഫ്ലക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒന്ന് ഈ 2 സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ അഴുക്കൊന്നും വന്ന് വീഴാണ്ടിരിക്കാൻ സഹായിക്കും. അത് മാത്രമല്ല ഈ സർഫസ് പോർഷൻ ഓക്സിഡൈസ് ചെയ്ത്, നമുക്കറിയാലോ ഇത് ഓക്സിജൻ അറ്റ്മോസ്ഫിയറുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പോർഷൻ ഓക്സിഡൈസ് ആവും. അപ്പൊ അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് പോകാണ്ടിരിക്കാനും നമ്മൾ ഈ ഫ്ലക്സ് സഹായിക്കും. അത് മാത്രമല്ല നമ്മൾ ഈ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ജോയിന്റിലോട്ട് കൂടുതൽ നമ്മുടെ സോൾഡർ ചെയ്ത മെറ്റീരിയൽ ഇറങ്ങി അത് പക്ക ഒരു ജോയിന്റ് ആവാനും സഹായിക്കാനായിട്ട് ഈ ഫ്ലക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദ ഫങ്ഷൻ ഓഫ് ഫ്ലക്സ്, ഒരു സോൾഡറിങ്ങിന്റെ കേസിൽ ഫ്ലക്സ് നമ്മളെ സഹായിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്, ടു ക്ലീൻ ദ ഡേർട്ട് ഓൺ ദ സോൾഡറിങ് സർഫസിന് സഹായിക്കും. പിന്നെന്താണ്, ഡിസോൾവ്സ് ഓക്സൈഡ്സ് ഓൺ സർഫസ് ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ പുറത്ത് ഇതുപോലെ ഓക്സൈഡ്സ് ഫോം ചെയ്താൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഡീ ഓക്സിഡേഷൻ ഡ്യൂറിങ് സോൾഡറിങ് പ്രോസസ്. നമ്മൾ സോൾഡറിങ് ചെയ്ത് കഴിയുമ്പോൾ ഡീ ഓക്സിഡേഷൻ വരാണ്ടിരിക്കാനും നമ്മുടെ ഈ മെറ്റീരിയലും ടോട്ടലി ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്, ഈ ജോയിന്റ്സിലോട്ട് മാക്സിമം സോൾഡർ ഇറങ്ങി, അതായത് ആ സോൾഡർ മാക്സിമം ഇറങ്ങി കഴിയുമ്പോൾ എന്റെ ജോയിന്റ്സ് പക്ക പെർഫെക്റ്റ് ആവും, വോയിഡ്സ് ഒന്നും ഉണ്ടാവില്ല, ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫോർ ഈസി ഫ്ലോ ഓഫ് സോൾഡർ ഇൻ ടു ദ ജോയിന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതൊരു പെർഫെക്റ്റ് ജോയിന്റ് ആക്കി മാറ്റാനും നമ്മൾ ആര് സഹായിക്കും, ഫ്ലക്സ് സഹായിക്കും. സോ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 mega ohm resistance is equal to. മെഗാ ഓം എന്ന് പറയുമ്പോൾ 10⁻⁶ ആണ് അല്ലെ. ഇപ്പൊ നമ്മളോട് 1 mega ohm എന്ന് പറയുമ്പോൾ 10⁻⁶ ഓമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മെഗാ ഓം എന്ന് പറയാം. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യാം, 10⁻³ × 10⁻³ ഓം എന്ന് പറയാം.
ഓക്കെ, 10⁻³ എന്ന് പറയുന്നതാണ് എന്ത് 1000. 10⁻³ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം, കിലോ എന്ന് എഴുതാം അല്ലെ, ബിക്കോസ് കെ എന്ന് പറഞ്ഞാൽ 10⁻³ എന്നാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 1 മെഗാ ഓം എന്ന് പറഞ്ഞാൽ 10⁻6 ഓം എന്ന് തന്നിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് 1 ഇട്ടിട്ട് 6 0. ഓക്കെ, 1 2 3 4 5 6 6 0 ഇത്രയും ഓം എന്ന് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ, 1 ഇട്ടിട്ട് 6 0 ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ 1 മെഗാ ഓമിന് നമുക്ക് 1 ഇട്ടിട്ട് 6 0 ഓം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു 10⁻³ × 10⁻³ ഓം. ഈ 10⁻³ എന്ന് പറയുന്നത് 1000 ആണ്. സോ ഞാൻ അവിടെ 1000 എന്ന് എഴുതി. 10⁻³ നമുക്ക് വേണമെങ്കിൽ കിലോ എന്ന് എഴുതാം അല്ലെ. സോ ഓപ്ഷൻസിൽ 1000 കിലോ ഓം എന്നുണ്ടോ എന്ന് നോക്കുക. സോ 1000 കിലോ ഓം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ മൈക്രോ, നാനോ ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1 മൈക്രോ ഓം അല്ലെങ്കിൽ 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10⁻⁻6 ആണ് മൈക്രോ എന്ന് പറയുന്നത്. അതുപോലെ നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻9 ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ സാധാരണ കൺവേർഷൻ, ഇതുപോലുള്ള ടേംസ് നമ്മൾ സാധാരണ ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. Next question, the temperature coefficient of resistance of a semiconductor material. Temperature coefficient എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടി ആണ്. ആ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഏത് ടൈപ്പ് ആണ് എന്നൊക്കെ, പിന്നെ അതുപോലെ അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ, അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിന്റെ വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെമി കണ്ടക്ടർ ആണെങ്കിൽ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽ ആണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. So semiconductor is an example for a negative temperature coefficient. Option D is the correct answer. Next question, which element is used as semiconductor material? നമുക്ക് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള സിലിക്കൺ. ഓക്കെ, സിലിക്കൺ ആണ്. നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് സിലിക്കണും ജർമ്മനിയും യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് സിലിക്കൺ ആയതുകൊണ്ട് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ഏതായിരിക്കും സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട്? ഓപ്ഷൻ സി സിലിക്കൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെക്ടിഫയർ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേഷൻ ഓഫ്. നമ്മളിപ്പോ സാധാരണ ഒരു എന്താ പറയാ, നമുക്കിപ്പോ ഒരു ഇലക്ട്രീഷ്യൻ ലെവലിലോട്ടൊക്കെ നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ റെക്ടിഫയർ അതൊന്നും അത്രയും ഡെപ്ത് ചോദിക്കാറൊന്നുമില്ല. നമുക്ക് സാധാരണ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആയിരിക്കും നമുക്ക് പഠിക്കാൻ. അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയോഡുകളായിരിക്കും റെക്ടിഫയേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അത്ര ടഫുള്ള ഒരു എക്സാമിലേക്കാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ RMS വാല്യൂ, the RMS വോൾട്ടേജ് അറ്റ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി 6 വോൾട്ട്. ഇറ്റ്സ് പീക്ക് വാല്യൂസ്. നമുക്കറിയാം ഒരു RMS വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2. ഇതിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയാം. നമ്മളോട് പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന മാക്സിമം വാല്യൂ തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീക്ക് വാല്യൂ ആണ്. അപ്പൊ നോക്കിക്കേ, പീക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? RMS വാല്യൂ ഇൻറ്റു √2 ആണ്. √2ന്റെ വാല്യൂ 1.414 ആണ്. നമ്മളോട് RMS വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. RMS വാല്യൂ എത്രയാണ്? 6 വോൾട്ട് ആണ്. അപ്പൊ 6 × 1.414 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 8.5 വോൾട്ട് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ ഹാസ്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ, ഒരു PNP. ഇതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ NPN ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ട്രാൻസിസ്റ്റർ എടുത്താൽ ഒരു Pക്കും Nനും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ. ഓക്കെ, വീണ്ടും ഒരു Nനും Pക്കും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ. ഇവിടുത്തെ കേസ് ആണെങ്കിൽ Nനും Pനും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ, Pക്കും Nനും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ. അപ്പോ 2 PN ജംഗ്ഷനുകൾ ഉണ്ട് അല്ലെ. ഇവിടെ കൂടുമ്പോൾ ഇതൊരു PN ജംഗ്ഷൻ, ഇതൊരു PN ജംഗ്ഷൻ. അപ്പൊ 2 PN ജംഗ്ഷൻ കൂടുന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ ഈസ് എ ഡാഷ് ഓപ്പറേറ്റീവ് ഡിവൈസ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തോ ഓപ്പറേറ്റീവ് ഡിവൈസ് ആണ്. നമുക്കപ്പോ അറിഞ്ഞിരിക്കുക, ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ആ ട്രാൻസിസ്റ്ററിൽ ഒരു എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. എമിറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഇൻപുട്ട് ടെർമിനൽ ആയിട്ടും, അതുപോലെ കളക്ടർ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഔട്ട്പുട്ട് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ എമിറ്റർ ബേസ് റീജിയൺ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഫോർവേഡ് ബയാസിലും
ബേസ് കളക്ടർ റീജിയൺ എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബാസ്ഡ് റീജിയണിലായിരിക്കും. അപ്പോൾ ഈ ഫോർവേഡ് ബാസ്ഡ് റീജിയൺ ആണ് നമ്മുടെ ആക്റ്റീവ് റീജിയൺ എന്ന് പറയുന്നത്. നമ്മളൊരു ഫോർവേഡ് കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഇനി റിവേഴ്സ് ബാസ്ഡ് റീജിയൺ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഓപ്പറേഷൻ സഹായിക്കുന്നത്. കാരണം ഇതെന്താണ്? ഓൾറെഡി റിവേഴ്സ് ബാസ്ഡ് ആണ്. റിവേഴ്സ് ബാസ്ഡിൽ കണ്ടക്ഷൻ നടക്കത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനകത്തൊക്കെ ഉള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണമായിരിക്കും കണ്ടക്ഷൻ സഹായിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോ നമ്മൾ എത്രത്തോളം ഫോർവേഡ് ബാസ്ഡിൽ ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം ചാർജ് കാരിയേഴ്സ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചാർജ് കാരിയേഴ്സ് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ ഒരു ചാർജ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടായി? കറണ്ട് ഉണ്ടായി. സോ ഈ ഇവിടെ വരുന്ന കൂടുതൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കൂടുതൽ ചാർജ് കാരിയേഴ്സ് വരും, ബേസ് കൂടുതൽ ക്രൗഡഡ് ആവും, അവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂടും. ഓട്ടോമാറ്റിക്കലി പിന്നെ ഇവിടെ കണ്ടക്ഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് പിന്നെ കണ്ടക്ഷൻ നടക്കുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരനാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തില് നമ്മൾ പറയുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറണ്ട് ഓപ്പറേറ്റീവ് ഡിവൈസ് ആണ്. പക്ഷെ ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഒക്കെ ആണെങ്കിൽ അതെന്താണ്? ഒരു വോൾട്ടേജ് ഓപ്പറേറ്റീവ് ഡിവൈസ് ആണ്. പക്ഷെ നോർമലി ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കറണ്ട് ഓപ്പറേറ്റീവ് ഡിവൈസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആൻഡ് SCR ഈസ്, SCRന്റെ ഫുൾ ഫോം തന്നെ അറിയാം, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ് അല്ലെ. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സോ SCR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെമി കണ്ടക്ടർ ഡിവൈസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഡൊമസ്റ്റിക് അപ്ലയൻസ് യൂണിവേഴ്സൽ മോട്ടർ ഈസ് യൂസ്ഡ്. നമുക്ക് യൂണിവേഴ്സൽ മോട്ടർ നമ്മൾ എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? അപ്പൊ അറിഞ്ഞിരിക്കണം, യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് AC-യിലും അതുപോലെ DC-യിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ എയ്തർ ഓൺ ഡയറക്റ്റ് ഓർ സിംഗിൾ ഫേസ് AC, രണ്ടിലും യൂസ് ചെയ്യാവുന്നതാണ് ആര്? ഒരു യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ മോട്ടറിൽ വരുന്ന രണ്ട് ടൈപ്പുകളാണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് പോളും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് പോളും ഉണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് പോളും ഉണ്ട്, അതുപോലെ കോൺസെൻട്രേറ്റഡ് പോളും ഈ പറയുന്ന യൂണിവേഴ്സൽ മോട്ടറിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇനി നമ്മൾ ഒരു സീരീസ് മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ഒരു യൂണിവേഴ്സൽ മോട്ടറും വർക്ക് ചെയ്യുക. അപ്പോ നമ്മളൊരു ലോ സ്പീഡ് ആണെങ്കിൽ, ഇപ്പം ഇതിനകത്ത് ഈ കോൺസെൻട്രേറ്റഡ് പോൾ എന്ന് പറഞ്ഞാൽ ഒരു ലോ പവർ റേറ്റിംഗിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതും, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ പവർ റേറ്റിംഗിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രണ്ട് ടൈപ്പുകളാണ്. ഇനി ഇതിന്റെ സ്പീഡിന്റെ ടേമിൽ നമ്മൾ ഇത് പറയുവാണെങ്കിൽ ഒരു DC സീരീസ് മോട്ടറിന് സിമിലർ ആയിട്ടായിരിക്കും അതിന്റെ ഒരു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറയാ. അതായത് ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും, അറ്റ് എന്താണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. പക്ഷെ ഒരു നോ ലോഡ് ആണ് കണ്ടീഷൻ എങ്കിൽ ഇതിനെങ്ങനെയായിരിക്കും? നോ ലോഡ് കണ്ടീഷനിൽ ഇതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ഹൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇതേ മെഷീന്റെ തന്നെ ഫ്രിക്ഷൻ, അതുപോലെ തന്നെ വൈൻഡേജ് ലോസസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ലോസസ്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു എന്താ പറയാ ഒരു ഗിയർ ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, ഈ ഗിയർ ട്രെയിൻ അറേഞ്ച്മെന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ സ്പീഡ് നോ ലോഡ് കണ്ടീഷനിൽ അഡ്ജസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഒരു നോ ലോഡ് ആണ് കണ്ടീഷൻ എങ്കിൽ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ഓപ്പറേഷന് വേണ്ടി സഹായിക്കുന്നത് ആരായിരിക്കും? സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? ഈ മെഷീനിലെ തന്നെയുള്ള ഫ്രിക്ഷണൽ ലോസും അതുപോലെ വൈൻഡേജ് ലോസസ് ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഇതിന് ഒരു പർട്ടിക്കുലർ ലോഡിൽ ഇന്ന സ്പീഡിൽ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? എക്സ്റ്റേണലി വി ക്യാൻ ആഡ് സം ഗിയർ ട്രെയിൻസ് ടു ദ സിസ്റ്റം. ഗിയർ ട്രെയിൻസും ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഉണ്ടാവും. ഇനി ഈ യൂണിവേഴ്സൽ മോട്ടറിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വാക്വം ക്ലീനറിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്ക് ആൻഡ് ഫുഡ് മിക്സേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് ഡിവൈസ്. ഓക്കെ, പോർട്ടബിൾ അതും PSC ചോദിച്ചിട്ടുള്ളതാണ്. പോർട്ടബിൾ ഡ്രില്ലിംഗ് ഡിവൈസ് യൂസ് ചെയ്യാം. അതുപോലെ വീടുകളിൽ യൂസ് ചെയ്യുന്ന തയ്യൽ മെഷീൻ, ഡൊമസ്റ്റിക് സ്വിങ് മെഷീൻസിൽ യൂസ് ചെയ്യാം. സ്വിങ് മെഷീൻ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. കാരണം ഈ എല്ലാ ഓപ്ഷൻസും പറയാൻ കാരണം പല എക്സാമുകൾക്ക് പല ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഓപ്ഷൻ A, ഫുഡ് മിക്സർ, ഇസ് ദ കറക്റ്റ് റൈറ്റ് ആൻസർ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സേഫ്റ്റി ദ ഫ്യൂസസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ. നമ്മൾ എപ്പോഴും ഫ്യൂസസ്, നമ്മളിപ്പോ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഫേസ് കണക്ഷൻ വരുന്ന അവിടെയാണ് നമ്മൾ അതിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക, ഫ്യൂസ് കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ എപ്പോഴും ഫേസ് കേബിളിലായിരിക്കും നമ്മൾ ആരെ കണക്ട് ചെയ്യുക, കാരണം അവിടെ നിന്നാണ് കറണ്ട് വരുന്നത്. കറണ്ടിന്റെ എൻട്രി പോർഷനിലാണ് നമുക്കിപ്പോ ഒരു ഹൈ കറണ്ട് വന്നാൽ സർക്യൂട്ടിന് ബാക്കി നമ്മുടെ ലോഡും കാര്യങ്ങളും ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു പോർഷനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ കറണ്ടിന്റെ എൻട്രിങ് സൈഡിൽ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടുള്ള ഫ്യൂസ് കണക്ട് ചെയ്യണം. സോ ഓപ്ഷൻ ഡി, ഫേസ് കേബിളിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. നെക്സ്റ്റ്, ദ മാക്സിമം പെർമിസിബിൾ ലോഡ് ഇൻ എ ലൈറ്റിംഗ് സബ് സർക്യൂട്ട്. ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ് PSCയുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം പെർമിസിബിൾ ലോഡ് എന്ന് പറയുന്നത് എത്ര വാട്ട്സ് ആണ്? 800 വാട്ട്സ് ആണ്. ഇനി ചിലപ്പോൾ ചോദിക്കും എത്ര എന്താ പറയുക, എത്ര നമ്പർ ഓഫ് കണക്ഷൻസ് നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 10 പോയിന്റ്സ് ആണ് നമുക്ക് ഈ പറയുന്ന ഒരു ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നത്. ഇനി ഇതുപോലെ തന്നെ വരുന്നതാണ് അടുത്തത് പവർ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഒരു പവർ സർക്യൂട്ടിൽ വരുന്ന മാക്സിമം പെർമിസിബിൾ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3000 വാട്ട്സ് ആണ്. അവിടെ എടുക്കാവുന്ന നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയായിരിക്കും? 2 പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അത് രണ്ടും ഓർത്തിരിക്കണം. ലൈറ്റിംഗ് സബ് സർക്യൂട്ടും PSC ചോദിക്കാറുണ്ട്, പവർ സബ് സർക്യൂട്ടും ചോദിക്കാറുണ്ട്. രണ്ടിന്റെ മാക്സിമം പെർമിസിബിൾ ലോഡും എത്ര നമ്പർ ഓഫ് പോയിന്റ്സുകളും ആണെന്നുള്ളതും ഓർത്തിരിക്കുക. നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമ്പർ ഓഫ് ഫാന് അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ ഈ ഒരു സബ് സർക്യൂട്ടിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ 2 പോയിന്റുകൾ മാത്രം ആണ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പർ ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് ദാറ്റ് പവർ ലോസ് കോസ്ഡ് ബൈ. ഈ കോപ്പർ ലോസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാ, I²R ലോസ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പവർ ലോസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റെസിസ്റ്റൻസ് ഒരു ഫാക്ട് ആണ് അല്ലെ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കോപ്പർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് ദാറ്റ് പവർ ലോസ് കോസ്ഡ് ബൈ ദ റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ്റ്ററിസിസ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ പ്രോപ്പർ. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന മറ്റ് 2 ലോസസുകളാണ്. ഹിസ്റ്ററിസിസ് ലോസും ഉണ്ട്, അതുപോലെ തന്നെ എഡ്ഡി കറന്റ് ലോസും ഉണ്ട്. എപ്പോഴും പലർക്കും മാറിപ്പോകുന്ന 2 ലോസസ് ആണ്. ഹിസ്റ്ററിസിസ് ലോസിൽ നിന്ന് നമുക്കുള്ള പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ അവിടെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ വെറും സ്റ്റീൽ യൂസ് ചെയ്യാണ്ട് നമ്മൾ സിലിക്കൺ സ്റ്റീലൊക്കെ യൂസ് ചെയ്യും. സോ സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ ആണ് കോർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ആ ഒരു പാർട്ട് മെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഹിസ്റ്ററിസിസ് ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. എഡ്ഡി കറന്റ് ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലാമിനേറ്റ് ചെയ്യും. ലാമിനേറ്റഡ്, അതായത് അതിന്റെ തിക്നെസ് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം കുറയ്ക്കും. ലാമിനേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്നെസ് കുറയ്ക്കുകയാണ് ചെയ്യുക. സോ എന്ത് ചെയ്യും? എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ നമ്മൾ ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യും. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഹിസ്റ്ററിസിസ് കോയിഫിഷ്യന്റ് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ, അതായത് സിലിക്കൺ പോലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യും. ഇവിടെ നമ്മളോട് ഹിസ്റ്ററിസിസ് ലോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി, മെറ്റീരിയൽ ഇൻ ദ കോറിലാണ് നമ്മൾ ശ്രദ്ധിക്കുക അത് കുറയ്ക്കാനായിട്ട്. അടുത്തത്, ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ്. നമ്മൾ ഇതേ ഒരു സിമിലർ ക്വസ്റ്റിന് ഓൾറെഡി കണ്ടതാണ്. ട്രാൻസ്ഫോമർ എന്തിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക? ട്രാൻസ്ഫോമർ യൂഷ്വലി ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ്. അതനുസരിച്ചാണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ഡ്രൈ സിലിക്ക ജെല്ലീസ്. നമ്മൾ യൂഷ്വലി ട്രാൻസ്ഫോമറിലൊക്കെ ഈ സിലിക്ക ജെല്ല് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മോയിസ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിലിക്ക ജെല്ല് യൂസ് ചെയ്യുക. അപ്പൊ ഇത് ഡ്രൈ കണ്ടീഷനിലാണെങ്കിൽ സിലിക്ക ജെല്ലിന്റെ കളർ എന്തായിരിക്കും? ബ്ലൂ കളർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇത് ഗ്രാജുവലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയിസ്ചർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എന്താവും? ഒരു പിങ്കിഷ് കളറിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡ്രൈ സിലിക്ക ജെല്ലിന്റെ കളറാണ്. സോ എന്താണ് കറക്റ്റ്? ഓപ്ഷൻ ഡി, ബ്ലൂ is the correct answer. The tip of the soldering iron is made of. നമ്മളൊരു സോൾഡറിങ് അയണിന്റെ ടിപ്പ് യൂഷ്വലി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടിപ്പ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ബിറ്റ് എന്ന് വിളിക്കാം. ആ ബിറ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുന്നത് യൂഷ്വലി എന്ത് വെച്ചിട്ടായിരിക്കും? കോപ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ സോൾഡർ ഉണ്ടാക്കാനാണ്, സോൾഡർ ആയിട്ടാണ് ആരെയൊക്കെ യൂസ് ചെയ്യുക? ടിന്നിനെയും അതുപോലെ തന്നെ ലെഡിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. സപ്പോസ് നമ്മുടെ മെറ്റീരിയൽ, നമുക്ക് സോൾഡർ ചെയ്യേണ്ട മെറ്റീരിയൽ കോപ്പർ ആണെങ്കിൽ നമുക്ക് ടിൻ ആൻഡ് ലെഡ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കണ്ടക്ടർ ക്യാരീസ് മോർ കറന്റ് ഓൺ ദ സർഫസ് ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് കോർ.
ദ ഫിനോമിനൻ ഈസ് കോൾഡ്. അതായത് നമ്മളിപ്പോ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു, ഇതില് കുറെ ഇതൊരു സ്ട്രാൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രാൻഡഡ് അല്ല, സപ്പോസ് നമ്പർ ഓഫ് വയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സർഫസിൽ കൂടിയുള്ള കണ്ടക്ടറിൽ കൂടി മോർ കറണ്ട് വരും. അതിന്റെ ഡെപ്തിലോട്ട് പോകും തോറും അതിന്റെ കറണ്ട് കുറയും, അതായത് കറണ്ട് ഡെൻസിറ്റിക്ക് വ്യത്യാസം സംഭവിക്കും. ഈ ഒരു എഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്കിൻ എഫക്റ്റ്. സ്കിൻ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വെറും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കണ്ടക്ടേഴ്സ് വലിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാൻഡ് ചെയ്യും, പിരിച്ച പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിൻ, അതായത് ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കിൻ എഫക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ റോഡ്സ് യൂസ്ഡ് ടു ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ മെയ്ഡ് ഓഫ്. നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. അവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, യുറേനിയം ആയിരിക്കും നമ്മൾ ഫ്യൂവൽ റോഡായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, യുറേനിയം ആയിരിക്കും നമ്മൾ ഫ്യൂവൽ റോഡായിട്ട് യൂസ് ചെയ്യാം. ഇനി മോഡറേറ്റർ ഉണ്ട്. ഓക്കെ, മോഡറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, അതായത് ഇതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി, ഈ വരുന്ന ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയായിരിക്കും, ഗ്രാഫൈറ്റിനെ ആയിരിക്കും. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരാണ്, കൺട്രോൾ റോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. കാരണം ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നല്ല ന്യൂട്രോൺ അബ്സോർബേഴ്സ് വേണം. ഓക്കെ, അപ്പോ ന്യൂട്രോൺ അബ്സോർബർ ആയിട്ടുള്ള കാഡ്മിയമാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുക, നമ്മൾ കൺട്രോൾ റോഡിന് യൂസ് ചെയ്യുക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇലക്ട്രീഷ്യന്റെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി അടുത്ത 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.